ഈ സ്ക്രിപ്റ്റ് സെലക്ഷൻ വേറെ ആളെങ്കിലും നിർത്തിയിട്ടുണ്ടോ? ഇല്ല, ഇത്ര നാളെ സെലക്ട് ചെയ്ത് അങ്ങനെ ഒരാളുണ്ടെങ്കിൽ എന്റെ ആരെ കൊത്തിക്കൊണ്ടുപോകാൻ എത്ര പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയും നാളത്തെ എക്സ്പീരിയൻസസ് എന്നൊക്കെ തന്നെ ഉണ്ടായ കുറെ മാറ്റങ്ങളാണ്. ഇപ്പോഴും സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്നത് ഞാനാണ്, പക്ഷെ മൊത്തത്തിൽ ഒരടുക്കും ചിട്ടയും വന്നിട്ടുണ്ട്. അതിന്റെ വ്യത്യാസങ്ങളായിരിക്കും. തുടരാൻ തന്നെയാണ് എന്റെ ആഗ്രഹം. നോക്കാം. കഴിഞ്ഞിറങ്ങി പുറത്തേക്ക് വരുമ്പോ ഞാൻ പറഞ്ഞു, ഒരുപാട് നല്ല മൊമെന്റ്സ് തിയേറ്ററിൽ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. പല സ്ഥലങ്ങളിലും പല രീതിയിൽ ഗംഭീരമായ ഇമോഷൻസ് വരുന്ന സമയത്തൊക്കെ ഉള്ള കയ്യടികളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു. അപ്പോ തിരിച്ചു വന്നത് കൺഗ്രാറ്റുലേഷൻസ് ഫ്രം മമ്മൂട്ടി ചേട്ടൻ എന്നായിരുന്നു. സിനിമ കാണുമ്പോൾ മനസ്സിലാവും. എനിക്കും അതേപോലത്തെ ഒരു മെസ്സേജ് ഞാൻ അയച്ച ഒരു താങ്ക് യു മെസ്സേജ് റിപ്ലൈ ആയിട്ട് സെയിം മെസ്സേജ് എനിക്കും വന്നു. എന്തൊരു അപ്ഡേറ്റഡ് ആണെന്ന് ആലോചിക്കണം അദ്ദേഹം. ആദ്യം പറഞ്ഞത് മമ്മൂക്കോടെയാണെന്ന് പറഞ്ഞു. നന്നായി ഇൻപുട്ടും ക്ലൈമാക്സ് ഏരിയയിൽ തന്ന ഇൻപുട്ടും മമ്മൂക്കയാണെന്ന് പറഞ്ഞു. അപ്പാർട്ട് ഫ്രം ദാറ്റ് മമ്മൂക്ക തന്നിട്ടുള്ള കഥ കേട്ടോടെ സ്പാർക്ക് ചെയ്ത കാര്യങ്ങളൊക്കെയാണ്. അല്ല, എനിക്കിതില് സിനിമ കണ്ടവർക്കറിയാം, ഇതിൽ മമ്മൂക്കയുടെ സമ്മതമില്ലാതെ ഈ സിനിമ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആലോചിച്ചിട്ട് ഇതിൻ്റെ ഒരു സബ്ജക്ട് പറഞ്ഞപ്പോൾ മമ്മൂക്കയോട് സംസാരിച്ച് നോക്കാം എന്നുള്ളത് പറഞ്ഞില്ല. അതാണ് മമ്മൂക്കയോട് പറഞ്ഞ സമയത്ത് ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു പോയിന്റിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പറഞ്ഞു അത് അതിനേക്കാൾ നല്ലത് ശരിക്കും ഉണ്ടായ സംഭവമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഒരു കാര്യം പറഞ്ഞു തന്നു. അതാണ് ആ സിനിമയുടെ ഒരു പോയിന്റിൽ വരുന്നത്. അത് ശരിക്കും നടന്ന സംഭവമാണ്. ഓൾറെഡി നടന്ന സംഭവമാണ്. അത് സിനിമ കാണുന്നവർക്ക് അത് മനസ്സിലാവും എന്താണുള്ളത്. ഇപ്പോഴും ഞങ്ങൾ അതേ ലെവലിൽ തന്നെയാണ് ഉള്ളത്. 2025 തുടങ്ങി, ആദ്യത്തെ സിനിമ ഇറങ്ങി, നാളെ ഇനി അടുത്ത ചിത്രം ഇറങ്ങാൻ പോകുന്നു. ഒരു ലക്കൊന്നല്ല, ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അത് ലക്കുണ്ടോന്നല്ല, വർക്കിംഗ് ഫോർ ഇത്രേ ഉള്ളൂ. സബ്ജക്റ്റ് കേട്ട് കഴിഞ്ഞ് എനിക്ക് ഇപ്പൊ പടം കണ്ടപ്പോഴായാലും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയതാണ്. ഈ ക്യാരക്ടർ എൻ്റെ അടുത്ത് എത്തി, അല്ലെങ്കിൽ ഈ ടീമിന് ആ ഒരു ക്യാരക്ടറിലേക്ക് എൻ്റെ മുഖം വന്നു എന്നുള്ളത് എനിക്ക് ആലോചിക്കുമ്പോൾ ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഇപ്പം സിനിമ ഇറങ്ങി റിവ്യൂസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പോസിറ്റീവ് റിവ്യൂസ് ഒക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അത് ക്യാരക്ടർ, ഈ പടത്തിലെ ക്യാരക്ടർ എന്നെ തേടി എത്തിയത് ഇപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സയൻസ് ഫിക്ഷൻ ഇല്ല. ഇനി ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു റോം കോം ചെയ്യാനാണ്. കുറെ നാളായി കുഴിച്ചിടൊക്കെ ഇനി എത്രയും വേണം ഒരു റോം കോം ചെയ്യുക, കുറച്ച് ഫീൽ ഗുഡ് സിനിമകൾ ചെയ്യുക. രാജുവേട്ടന്റെ കാളിയനൊക്കെ മാറ്റി വെച്ചിരുന്നു ഒത്തിരി വർഷങ്ങളായി. അതേപോലെ ഇല്ല, ഞാൻ എന്റെ പോസ്റ്റ്പോൺ ആയിരിക്കുന്ന ഒരു സിനിമയുള്ളൂ, അത് ടിക്കറ്റൊക്കെയാണ്. ഞാനും എന്നെ അറിയാവുന്നവരും എല്ലാം വളരെ എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റാണ്. ഫിസിക്കൽ ഇഞ്ചുറി ഉണ്ടായിരുന്നു, അത് റിക്കവർ ആയാൽ ഇമ്മീഡിയറ്റ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും. അത് മാറ്റി വെച്ചിട്ടില്ല, അത് അങ്ങനെ തന്നെ ഉണ്ട്. ഇത് ഈ സിനിമയുടെ വിജയം ആഘോഷിക്കാൻ ഉച്ചയ്ക്ക് ഒരു മട്ടൻ ബിരിയാണി കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ഒരു 3-4 ദിവസം കൂടെ അത് ഡിലേ ആവും. ഈ സിനിമയിൽ എടുത്ത് പറയേണ്ട 2-3 ആളുകളുണ്ട്, പക്ഷെ അവരുടെ കാര്യങ്ങൾ ക്യാരക്ടേഴ്സിന്റെ ഇമ്പോർട്ടൻസ് മാനിച്ച് പറയുന്നില്ല. എങ്കിലും സെറിൻ, ഉണ്ണി, പേര് പറഞ്ഞല്ല, മേഘ, ഇവരെല്ലാരെയും പറ്റിയിട്ട് പറയണമെന്നുണ്ട്. പക്ഷെ അറിയാലോ, സിനിമ ഇനി കാണുമ്പോ ആദ്യമായിട്ട് കാണാൻ പോകുന്നവർക്ക് അത് ബാധിക്കാൻ സാധ്യതയുള്ളതുകൊണ്ടാണ്. പക്ഷെ നിങ്ങൾ ഇവരെയൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. സിനിമയെ പറ്റി പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട, ആട്ടം എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മളെല്ലാവരും ഞെട്ടിച്ചതാണ്. ഒറ്റയ്ക്ക് ഒരു സിനിമ ഷോർട്ട് ചെയ്ത് വിജയിപ്പിച്ച ഒരാളും കൂടിയാണ്. സെറിന്റെ ഒരു ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ഈ സിനിമയിൽ. ഇതുവരെ വരുന്ന എല്ലാ റിവ്യൂസിലും സെറിനെ പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഉണ്ണിയും മേഘയും, മേഘ പ്രത്യേകിച്ച് ആദ്യത്തെ കാലഘട്ടം വളരെ ബ്രില്യന്റ് ആയിട്ട് ചെയ്തു എന്ന് എല്ലാവരും പറയുന്നു. കൺഗ്രാറ്റുലേഷൻസ്.
പിന്നെ എടുത്തു പറയേണ്ടത് സിനിമറ്റോഗ്രാഫർ അല്ലേ? ക്യാമറ കൈപിടിച്ച് നിൽക്കുന്നത് നിങ്ങൾ എല്ലാവരും അദ്ദേഹത്തിനെ പറ്റി കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാം. ഞങ്ങൾ ഒരുമിച്ച് ആദ്യം ചെയ്തത് ലെവൽ ക്രോസ് ആണ്. അതിനുശേഷം ഈ സിനിമയിലേക്ക് വരുമ്പോൾ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്കിലേക്ക് ഇതിനെ കൊണ്ടുവന്നു. ഇതില് എഡിറ്റർ ഷബീർ മുഹമ്മദിനെ പറ്റിയിട്ടാണ്. അപ്പം ഈ സിനിമ കണ്ട് കുറച്ചു പേരെങ്കിലും പറയുന്നുണ്ട് ഈ സിനിമയുടെ പേസിനെ കുറിച്ച്. സിനിമയ്ക്ക് കുറച്ചും കൂടെ സ്പീഡ് വേണമെന്നോ. നമ്മൾ ആദ്യം മുതലേ പറയുന്ന ഒരു കാര്യമാണ്, ഇതൊരു ഭയങ്കര സീറ്റഡ് ത്രില്ലർ അല്ല, ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമയാണ്. അപ്പൊ അതിൻ്റെതായ സമയമെടുത്ത് തന്നെയാണ് പറയേണ്ടത്. പ്രത്യേകിച്ച് നമുക്ക് ഇപ്പോഴത്തെ ഒരു പുതിയ തലമുറയ്ക്ക് പരിചയമില്ലാത്ത ഒരു കാലഘട്ടത്തിനെ കുറിച്ച് ഈ സിനിമ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അത് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു സമയം എടുത്തേ പറ്റുള്ളൂ. നമ്മളെല്ലാ ത്രില്ലറും പോലെ ഒരു ഭയങ്കര ഫാസ്റ്റ് മൊണ്ടാഷ്, ഭയങ്കര ലൗഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ടുള്ള സിനിമകൾ, അത്തരത്തിലൊരു സിനിമ പ്രതീക്ഷിച്ച് ഇനി കാണാനുള്ള ആളുകൾ പോകരുത്. ഇതൊരു വ്യത്യസ്തത നിറഞ്ഞ സിനിമയെന്നല്ല, ഇതൊരു പുതിയ സിനിമയാണ്, ഇതൊരു പുതിയ നരേറ്റീവാണ്. അപ്പം ആ സമയമെടുത്ത് തന്നെ കണ്ട് മനസ്സിലായി ഓരോ ഇമോഷൻസും, പ്രത്യേകിച്ച് അനശ്വരയുടെ ക്യാരക്ടറിനോട് ഉണ്ടാവേണ്ട ഒരു ഇമോഷൻ ഉണ്ട്. അപ്പൊ അത് പറഞ്ഞ് എടുക്കേണ്ട ഒരു സമയമുണ്ട്. അപ്പൊ അത്രയും സമയമെടുത്ത് തന്നെ പറയേണ്ട ഒരു സിനിമയാണ്. ഇപ്പൊ ഷെമീറിനെ പറ്റി പറയുമ്പോൾ ഷെമീർ മാർക്കോ എഡിറ്റ് ചെയ്ത ഒരാളാണ്. അപ്പൊ ആ പേസിൽ എഡിറ്റ് ചെയ്യാൻ അറിയാവുന്ന ഒരാളാണ്. പക്ഷെ ഈ സിനിമയെ മനസ്സിലാക്കി, ഇതിന്റെ സ്ക്രീൻ പ്ലേ സ്ക്രിപ്റ്റിനെ മനസ്സിലാക്കി, ഇത് ഡിസേർവ് ചെയ്യുന്ന ഒരു നരേഷനിലേക്ക് ഈ സിനിമയെ കൊണ്ടുവന്ന് ആ സമയമെടുത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു പോയം പോലെ എഡിറ്റ് ചെയ്ത ഒരു സിനിമയാണിത്. അപ്പോൾ ഇനി ഒരുപാട് റിവ്യൂസ് കേട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇതിനോടകം തന്നെ ഒരുപാട് നല്ല റിവ്യൂസ് സിനിമയെ കുറിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഒരു ഓവർ എക്സ്പെക്ടേഷനിൽ പോകുമ്പോൾ പലപ്പോഴും പേസ് അല്ലെങ്കിൽ സിനിമയുടെ ഡ്യൂറേഷൻ ലെങ്ത് കൂടുതലാണെന്ന് നമ്മൾ പറയുന്ന പോലെ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫിൽ ലാഗ് ഉണ്ടെന്നൊക്കെ തോന്നാം. പക്ഷെ ഈ സിനിമയ്ക്ക് ആവശ്യമുള്ള ഒരു പേസ് എടുത്തിട്ടുണ്ട്. അത് മനഃപൂർവ്വം എടുത്തത് തന്നെയാണ്. ഇത് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതെന്ന് ഓർക്കരുത്. ഇതേ സമയത്ത് അടുത്ത ദിവസം ഒരു പടം നമുക്ക് ചെയ്യാം. പിന്നെ ഇതിന്റെ ഷൂട്ട് ചെയ്ത സമയത്തായിരുന്നു എനിക്ക് ആർട്ടിന്റെ അവാർഡ് കിട്ടിയത്. അപ്പോ പിന്നെ ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കുറെ നല്ല നല്ല കാര്യങ്ങൾ സംഭവിച്ചു. ആൻഡ് ഞാൻ ശരിക്കും മനുഷ്യരുടെ കൂടെ പെർഫോം ചെയ്ത് എനിക്ക് എൻജോയ് ചെയ്തു. ക്യാരക്ടറും പറ്റിയ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി ഓരോ വർഷവും നല്ല തുടക്കം സിനിമയിലൂടെ ആവട്ടെ എന്നാണ് ആഗ്രഹം. ആട്ടത്തില് അതല്ല അതിന്റെ പോയിന്റ്. ഇതൊരു മനസ്സിലായിരുന്നു.